വെൽക്കം ടു വൈൽഡ് മേലോ. 2024 ജൂലൈ മാസം 1-ാം തീയതി PSC ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച PSCയുടെ ഏതാനും GK ചോദ്യങ്ങളാണ് ഈ വീഡിയോ. ലെറ്റ്സ് സ്റ്റാർട്ട്. ബാബറിന്റെ ശവകുടീരം എവിടെയാണ്? കാബൂൾ. ഫ്ലോറൻസ് നൈറ്റിംഗേലുമായി ബന്ധപ്പെട്ട യുദ്ധം ക്രിമിയൻ യുദ്ധം. ബാബർ ഖന്ന യുദ്ധത്തിൽ 1527 നടന്ന ഖന്ന യുദ്ധത്തിൽ ആരെയാണ് പരാജയപ്പെടുത്തിയത്? റാണ സംഗ്രാം സിംഗ്. ബാബിലോണിലെ തെക്ക് പൂന്തോട്ടം നിർമ്മിച്ച രാജാവ് നെബുക്കദ് നെസർ. ബാങ്ക് ദേശസാൽക്കരണത്തിന് മുൻകൈയെടുത്ത മലയാളിയായ കേന്ദ്ര നിയമമന്ത്രി പനമ്പിള്ളി ഗോവിന്ദമേനോൻ. ബാൽബർ, അലാവുദ്ദീൻ ഖിൽജി, ഫിറോസ് ഷാ തുഗ്ലക് എന്നിവരുടെ രക്ഷാധികാരത്തിൽ കഴിഞ്ഞ പണ്ഡിതനാരാണ്? അമീർ ഖുസ്രു. ബാമിയർ ബുദ്ധപ്രതിമകൾ ഏതു രാജ്യത്തായിരുന്നു? അഫ്ഗാനിസ്ഥാനില്. ബാലഗംഗാധര തിലകൻ മറാഠി ഭാഷയിൽ നടത്തിയ പ്രസിദ്ധീകരണം ഏതാണ്? കേസരി. ബാഹ്മിനി രാജ്യം സ്ഥാപിതമായ വർഷം 1347. ബാൽക്കൻസിലെ പാരീസ് എന്നറിയപ്പെടുന്നത് ബുക്കാറസ്റ്റ്. ബിലാത്തി വിശേഷം എന്ന യാത്രാ വിവരണം രചിച്ചത് KP കേശവമേനോൻ. BC 6-ാം ശതകത്തിൽ ഉത്തരേന്ത്യയിലുണ്ടായിരുന്ന 16 മഹാജനപദങ്ങളിൽ ഏറ്റവും പ്രബലം മഗധ. ബീർബലിന്റെ യഥാർത്ഥ പേര് മഹേഷ് ദാസ്. നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചതാരാണ്? ജവഹർലാൽ നെഹ്റു. നളന്ദ സർവകലാശാല തകർത്തത് ബക്തിയാർ ഖിൽജി. നഖം ഉള്ളിലേക്ക് വലിക്കാത്തതും മാർജരവർഗത്തിൽപ്പെട്ടതുമായ ഏകജീവി ചീറ്റ. നാച്ചുറൽ ഹിസ്റ്ററി രചിച്ചത് പ്ലിനി. നാഷണൽ ജിയോഫിസിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹൈദരാബാദ്. നാഷണൽ ജുഡീഷ്യൽ അക്കാദമി എവിടെയാണ്? ഭോപ്പാൽ. നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ അപരനാമം കരിമ്പൂച്ചകൾ. നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചത് ജവഹർലാൽ നെഹ്റു. നാഗാർജുന സാഗർ ഡാം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കൃഷ്ണ. നീലഗിരി പർവ്വത റെയിൽവേ ഊട്ടിയെ ഏതു സ്ഥലവുമായി ബന്ധിപ്പിക്കുന്നു? മേട്ടുപ്പാളയം. നീലഗിരി പർവ്വത റെയിൽവേ ഊട്ടിയെ ഏത് സ്ഥലവുമായി ബന്ധിപ്പിക്കുന്നു? മേട്ടുപ്പാളയം. നീലഗിരി ഏതിന്റെ ഭാഗമാണ്? പശ്ചിമഘട്ടം. നീല സ്വർണം എന്നറിയപ്പെടുന്നത് ജലമാണ്. നീളത്തിന്റെ അംഗീകൃത SI യൂണിറ്റ് മീറ്റർ. പത്രപ്രവർത്തന രംഗത്തെ ഓസ്കർ എന്നറിയപ്പെടുന്നത് പുലിറ്റ്സർ സമ്മാനം. പഞ്ചശീല തത്വങ്ങൾ ആവിഷ്കരിച്ച സമ്മേളനം ബാന്ദുങ്. ബുദ്ധൻ ഇഹലോകവാസം വെടിഞ്ഞ നഗരം കുശി നഗരം. ബുദ്ധമതത്തിന്റെ ഏതു വിഭാഗത്തെയാണ് കനിഷ്കൻ പ്രോത്സാഹിപ്പിച്ചത്? മഹായാനം. ബുദ്ധമതത്തിലെ ത്രിപിടകൾ ഏതെല്ലാം? വിനയപിടകം, സൂത്രപിടകം, അഭിധർമ്മ പിടകം. സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസ് അധ്യക്ഷ പദവി വഹിച്ച ആർജിത ഇന്ത്യൻ പൗരത്വമുള്ള ഏക വ്യക്തി സോണിയാഗാന്ധി. ഹരിയാനയുടെ തലസ്ഥാനം ചണ്ഡീഗഡ്. ഹീമോഗ്ലോബിനിലുള്ള ലോഹം ഇരുമ്പ്. ഏർക്കാട് ഏത് സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രമാണ്? തമിഴ്നാട്. കൊച്ചി രാജ പ്രജാമണ്ഡലത്തിന്റെ സ്ഥാപകൻ VR കൃഷ്ണൻ എഴുത്തച്ഛൻ. സെൻട്രൽ ടുബാക്കോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? രാജമുന്ദ്രി. പേശികളുടെ ചലനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം. വേൾഡ് വൈഡ് ഫൗണ്ടിന്റെ ചിഹ്നം ഭീമൻ പാണ്ട. വേൾഡ് വൈഡ് വെബ് പ്രവർത്തിപ്പിക്കുന്നതിൽ പ്രമുഖ പങ്ക് വഹിച്ച ശാസ്ത്രജ്ഞൻ ടിം ബർണസ്-ലീ. കേരളത്തിൽ ഏറ്റവും കുറച്ചുകാലം മന്ത്രിയായിരുന്നത് MP രവീന്ദ്രകുമാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കി. കേരളത്തിൽ വിമോചന സമരം നടന്ന വർഷം 1959. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം. സോഡിയം വേപ്പർ ലാമ്പ് ഏതു നിറത്തിലാണ് പ്രകാശിക്കുന്നത്? മഞ്ഞ. തപാൽ സ്റ്റാമ്പ് ആരംഭിച്ച രാജ്യം ഇംഗ്ലണ്ട്. പഞ്ചാബ് സിംഹം എന്നറിയപ്പെട്ടത് ലാലാ ലജ്പത് റായയാണ്. പിന്നോക്ക വിഭാഗത്തിൽ നിന്നും രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ഗ്യാനി സെയിൽ സിംഗ്. പുലിറ്റ്സർ സമ്മാനം നേടിയ ഏക അമേരിക്കൻ പ്രസിഡന്റ് ജോൺ F കെന്നഡി. പഞ്ചാബിലെ നദികളിൽ ഏറ്റവും വലുത് സത്ലജ്. പഞ്ചായത്തി രാജ് സംവിധാനത്തിന് ആ പേര് നൽകിയത് ജവഹർലാൽ നെഹ്റു. പമ്പയുടെ പതനസ്ഥാനം വേമ്പനാട്ട് കായൽ. പഴശ്ശി രാജാവും ശക്തൻ തമ്പുരാനും അന്തരിച്ച വർഷം 1805. പിന്നോക്ക സമുദായങ്ങൾക്ക് നിയമസഭയിൽ അർഹമായ പ്രാതിനിധ്യം നേടാൻ തിരുവിതാംകൂർ സംഘടിപ്പിക്കപ്പെട്ട പ്രക്ഷോഭ ഭരണം
പ്രക്ഷോഭണം, നിവർത്തന പ്രക്ഷോഭം. പിന്നോക്ക സമുദായങ്ങൾക്ക് നിയമസഭയിൽ അർഹമായ പ്രാതിനിധ്യം നേടാൻ തിരുവിതാംകൂറിൽ സംഘടിപ്പിക്കപ്പെട്ട പ്രക്ഷോഭണം നിവർത്തന പ്രക്ഷോഭണം. പിൻകോഡിന് സമാനമായി അമേരിക്കൻ ഐക്യനാടുകളിലുള്ളത് സിപ്പ് ആണ്. പുരാണങ്ങളിൽ കാളിന്തി എന്നറിയപ്പെടുന്ന നദി യമുന. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് കൃഷ്ണകാന്ത്. ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എവിടെയാണ്? പൂനെ. ഫിനോഫ്തലിന് ആസിഡിലുള്ള നിറമില്ല. ഫിറോസാബാദിലെ അശോക സ്തൂപത്തിലെ ലിപി തിരിച്ചറിഞ്ഞ ഗവേഷകൻ ജെയിംസ് പ്രിൻസെപ്പ്. ഫിറോസ് ഗാന്ധി അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പത്രപ്രവർത്തനം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഫീമർ അഥവാ തുടയെല്ല്. ഫുട്ബോൾ മത്സരത്തിന്റെ ദൈർഘ്യം 90 മിനിറ്റ്. ഫ്ലൂറിൻ കണ്ടുപിടിച്ചത് കാൾ ഷീലെ. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ എന്നിവയ്ക്ക് പൊതുവായി പറയുന്ന പേര് ഹാലജൻസ്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ എന്നിവയ്ക്ക് പൊതുവായി പറയുന്ന പേര് ഹാലജൻസ്. ബഹിരാകാശ യുഗത്തിന് തുടക്കം കുറിച്ച തീയതി 1957 ഒക്ടോബർ 4. അന്നാണ് റഷ്യ സ്പുട്നിക് 1 നിക്ഷേപിക്കുന്നത്. ഏതു വ്യക്തിയാണ് ആദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയയുടെ ഹൃദയം സ്വീകരിച്ചത്? ലൂയി വാഷ്കാൻസ്കി. ഒരു മൈൽ എത്ര അടിയാണ്? 5280 അടി. ഒരു ടെസ്റ്റ് മാച്ചിൽ 10 വിക്കറ്റ് എടുത്ത ആദ്യ ക്രിക്കറ്റർ ജിം ലേക്കർ. ഒരു ടെസ്റ്റ് മാച്ചിൽ 10 വിക്കറ്റ് എടുത്ത ആദ്യ ഇന്ത്യൻ ക്രിക്കറ്റർ അനിൽ കുംബ്ലെ. ഷാജഹാന്റെ മൂത്തപുത്രൻ ധാര. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ആൾട്ടിമീറ്റർ. ഗാന്ധിയും ഗോഡ്സെയും എന്ന കവിത രചിച്ചത് NV കൃഷ്ണവാര്യർ. ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യമായി സംബോധന ചെയ്തത് ടാഗോർ. ഗാന്ധി മെമ്മോറിയൽ എവിടെയാണ്? കന്യാകുമാരി. സാരെ ജഹാംസെ അച്ച എന്ന ഗാനത്തിന് സംഗീതം നൽകിയത് പണ്ഡിറ്റ് രവിശങ്കർ. സാംബസി നദി ഏത് സമുദ്രത്തിലാണ് പതിക്കുന്നത്? ഇന്ത്യൻ മഹാസമുദ്രം. സാംബാജിയുടെ പിൻഗാമി രാജാറാം. സാംബിയയുടെ സ്വതന്ത്ര സമരം നയിച്ചത് കെനത്ത് ഗൗണ്ട. സംഖ്യാദർശനത്തിന്റെ വക്താവ് കാപ്പിലൻ. സിക്കിമിലെ പ്രധാനപ്പെട്ട നദി ടീസ്റ്റ. സൂയസ് കനാൽ ആഫ്രിക്കയെ ഏതു വൻകരയിൽ നിന്നാണ് വേർപെടുത്തുന്നത്? ഏഷ്യ. സൂര്യനിൽ നിന്നുമുള്ള അകലം അനുസരിച്ച് ഭൂമിയുടെ സ്ഥാനം 3 ആണ്. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ വിസിറ്റർ പദവി അലങ്കരിക്കുന്നത് മുഖ്യമന്ത്രി. സംസ്ഥാനത്തിന്റെ നിർവഹണാധികാരം ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? ഗവർണർ. സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസ് അധ്യക്ഷയായ രണ്ടാമത്തെ വനിത സോണിയാഗാന്ധി. ഹാർഡ്കോൾ എന്നറിയപ്പെടുന്ന കൽക്കരി ഇനം ആന്ത്രസൈറ്റ്. ജെറുസലേമിലെ ജൂതവേദാലയം റോമക്കാർ നശിപ്പിച്ചത് മൂലം യഹൂദർ കേരളത്തിൽ വന്ന വർഷം AD 68. ചലം നദിയുടെ പ്രാചീന നാമം വിസ്താസ്ത. കേരളത്തിൽ രണ്ടാമത്തെ തിരഞ്ഞെടുപ്പ് നടന്ന വർഷം 1960. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ 1930 നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന വേദിയായിരുന്നത് പയ്യന്നൂർ. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണം മൂന്നാർ. കേരളത്തിൽ ഏറ്റവും കുറച്ചു കാലം MLA ആയിരുന്നത് C. ഹരിദാസ്. കേരളത്തിൽ ഏറ്റവും കുറച്ച് കടലോരമുള്ള ജില്ല കൊല്ലം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം മുഖ്യമന്ത്രിയായത് K. കരുണാകരനാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ ഉപാധ്യക്ഷൻ ആരായിരുന്നു? വള്ളത്തോൾ നാരായണമേനോൻ. കേരളത്തിൽ മുഖ്യമന്ത്രി, ഉപമന്ത്രി, സ്പീക്കർ, ലോക്സഭാ അംഗം തുടങ്ങിയ പദവികൾ വഹിച്ച ഏക വ്യക്തി CH മുഹമ്മദ് കോയ. കേരളത്തിൽ വായനാ വാരമായി ആഘോഷിക്കുന്നത് ജൂൺ 19 മുതൽ 25 വരെയുള്ള തീയതികളാണ്. ഹാരപ്പ കണ്ടെത്തിയ വർഷം 1921. ഹാരപ്പ സംസ്കാരം നിലനിന്നിരുന്ന നദീതടം സിന്ധു. ഹാരപ്പ സംസ്കാരം കണ്ടെത്തിയ പുരാവസ്തു ഗവേഷകൻ ജോൺ മാർഷൽ. ഹീലിയം കണ്ടുപിടിച്ചതാരാണ്? വില്യം രാംസെ. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റാഡോൺ എന്നിവയ്ക്ക് പൊതുവായി പറയുന്ന പേര് നോബൽ വാതകങ്ങൾ അഥവാ അപൂർവ വാതകങ്ങൾ. ഹീമോഫീലിയയുടെ പ്രധാന ലക്ഷണം രക്തക്കട്ട പിടിക്കാതിരിക്കൽ. കുട്ടി സ്വർണ്ണഖനി ഏതു സംസ്ഥാനത്താണ്? കർണാടകം. ഹുമയൂൺ നാമ രചിച്ചത് ഗുൽബദൻ ബീഗം. ബാർബറുടെ മകളാണ് ഗുൽബദൻ ബീഗം. ഹുമയൂൺ അന്തരിച്ചത് എപ്പോഴാണ്? 1556 ജനുവരി 24. ചരകൻ ഏതു നിലയിലാണ് പ്രസിദ്ധനായിരുന്നത്? ബിഷഗ്വരൻ. ജെരിയ ഖനിയിൽ നിന്നും ലഭിക്കുന്ന ധാതു കൽക്കരി. ജ്വാലാമുഖി ഏത് സംസ്ഥാനത്തെ തീർത്ഥാടന കേന്ദ്രമാണ്? ഹിമാചൽ പ്രദേശ്. ജലത്തിനടിയിൽ സൂക്ഷിച്ചു വയ്ക്കുന്ന മൂലകം വെള്ള ഫോസ്ഫറസ്.
പെയിന്റിന്റെ പ്രാഥമിക നിറങ്ങൾ നീല, മഞ്ഞ, ചുവപ്പ്. ലെഡ് പെൻസിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? ഗ്രാഫൈറ്റ്. ഐ ഫോളോ ദ മഹാത്മാ രചിച്ചത് KM മുൻഷി. INAയുടെ വനിതാ റെജിമെന്റിനെ നയിച്ചത് ക്യാപ്റ്റൻ ലക്ഷ്മി. ഐഹോൾ ശ്വസനവുമായി ബന്ധപ്പെട്ട പണ്ഡിതൻ രവി കീർത്തി. വെങ്കടേശ്വര ക്ഷേത്രം എവിടെയാണ്? തിരുപ്പതിയിലാണ്. കൊങ്കൺ റെയിൽവേ ബന്ധപ്പെടുന്ന സ്ഥലങ്ങൾ മംഗലാപുരവും മുംബൈയും. സെന്റ് തോമസ് ഇന്ത്യയിൽ വന്ന വർഷം AD 52. വൈരുദ്ധ്യങ്ങളുടെ സങ്കലനം എന്നറിയപ്പെട്ട തുഗ്ലക് സുൽത്താൻ മുഹമ്മദ് ബിൻ തുഗ്ലക്. നോക്കൌട്ട് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബോക്സിംഗ്. പേരിന്റെ ഉത്ഭവത്തിന് ഗ്രീക്ക് റോമൻ പുരാണങ്ങളുമായി ബന്ധമില്ലാത്ത ഗ്രഹം ഭൂമി. പോങ് അണക്കെട്ട് ഏത് നദിയിലാണ്? ബിയാസ്. ഫോർമുല 1 കരോട്ട മത്സരത്തിൽ മത്സരിക്കാൻ അർഹനായ ആദ്യത്തെ ഇന്ത്യക്കാരൻ നാരായൺ കാർത്തികേയൻ. ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ ഭാഷ തമിഴ്. ഗ്രേ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സിമന്റ് ഉൽപാദനം. ഗ്രേറ്റ് ബാത്ത് മഹാസ്നാനഘട്ടം എവിടെയാണ് കണ്ടെത്തിയത്? മോഹൻജദാരോ. ഗ്രേറ്റ് സ്ലേവ് തടാകം ഏത് രാജ്യത്താണ്? കാനഡ. ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യ പശു വിക്ടോറിയ. രോഗപ്രതിരോധ ശാസ്ത്രത്തിന്റെ പിതാവ് എഡ്വേർഡ് ജെന്നർ. രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്താണു വെളുത്ത രക്താണു. റോബിൻസൺ ക്രൂസോ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ഡാനിയൽ ഡീഫോ. റോക്ക് കോട്ടൺ എന്നറിയപ്പെടുന്നത് ആൽബസ്റ്റോസ്. റോട്ടറി ഇന്റർനാഷണൽ സ്ഥാപിച്ചത് പോൾ ഹാരിസ്. റോമൻ പുരാണത്തിലെ സന്ദേശവാഹകനായ ദേവൻ മെർക്കുറി. റോമൻ പുരാണങ്ങളിലെ ദൈവങ്ങളുടെ രാജാവ് ജൂപ്പിറ്റർ. റോമൻ കത്തോലിക്കർ ഏറ്റവും കൂടുതലുള്ള രാജ്യം ബ്രസീൽ. റോമിലെ ചരിത്രപ്രസിദ്ധമായ തീപിടുത്തമുണ്ടായ വർഷം AD 64. റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിംഗ്സ്. റോയിട്ടർ ഏത് രാജ്യത്തെ ന്യൂസ് ഏജൻസിയാണ്? ബ്രിട്ടൻ. റോളണ്ട് ഗാരോ എന്നത് എന്തിന്റെ പേരാണ്? ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് കളിസ്ഥലത്തിന്റെ പേരാണ് റോളണ്ട് ഗാരോ. ലോക വനിതാ ദിനം മാർച്ച് 8. ലോക വ്യാപാര കരാറിന്റെ ശില്പി ആദർ ഡങ്കൻ. ലോക വ്യാപാര സംഘടന മുമ്പ് ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഗാട്ട്. ലോഹിത് ഏത് നദിയുടെ പോഷക നദിയാണ്? ബ്രഹ്മപുത്ര. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ശ്രീനാരായണ ഗുരു. കേരള പത്രിക ദിനപത്രം ആരംഭിച്ചത് ചെങ്കുളത്ത് വലിയ കുഞ്ഞിരാമൻ നായർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം കുരുമുളക്. കേരള സർവകലാശാലയിൽ നിന്ന് സംഗീതത്തിൽ ആദ്യമായി ഡോക്ടറേറ്റ് നേടിയത് CK രേവമ്മ. കേരള ഗവർണർ പദം വഹിച്ച ശേഷം രാഷ്ട്രപതിയായത് VV ഗിരി. കേരള ഗവർണറായ ഏക മലയാളി V വിശ്വനാഥൻ. കേരള സാഹിത്യ അക്കാദമിയുടെ സ്ഥാപിതമായ വർഷം 1956. ഇത്രയും GK ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കിയിട്ടുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.